വർഷക്കാരനായിരുന്ന KLK പോൾ എന്നാണ് അറിയപ്പെടും. KLK പോൾ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ 3 ഇഞ്ചക്ഷൻ കിട്ടാറ്. അതിൽ മുഴുവനാണ് KLK. എൻ്റെ മൂത്ത അളിയനാണ് അദ്ദേഹം. നമ്മളിൽ നിന്ന് വേർപെട്ടിട്ട് 1 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖം നമ്മുടെ അമ്മാറ പ്രദേശത്ത് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോഷിനി എൻ്റെ മൂത്ത പെങ്ങളാണ്, മറ്റെന്താകശ്ശേരി. ഞാൻ ഇന്ന് ഓർക്കുന്നത് എൻ്റെ മൂത്ത പെങ്ങളുടെ വിവാഹ സമയങ്ങളിൽ ഞാൻ വളരെ കൊച്ചു കുട്ടിയായിരുന്നു. അന്ന് മറ്റം ഫൊറോന പള്ളിയിൽ വെച്ച് വിവാഹം നടന്ന് അവർ വീട്ടിലേക്ക് ആനയിച്ചിട്ടുള്ള രംഗം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഞാൻ ചെറുപ്പക്കായിരുന്നു. അതുകൊണ്ട് പൊട്ട് എവിടെയെങ്കിലും പൊട്ട് കണ്ടാൽ, അല്ലെങ്കിൽ ബാൻഡ് സെറ്റോ അല്ലെങ്കിൽ ചെണ്ടയോ മറ്റേതെങ്കിലും വാദ്യങ്ങളുടെ ശബ്ദം കേട്ടാൽ അവിടെ ഓടിക്കൂടാ എന്നൊരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ചെറുപ്പമാണല്ലോ. അന്ന് മറ്റം പള്ളിയിൽ നിന്ന് 2 മുത്തുകുടയുടെ കൂടി ബാൻഡ് വാദ്യത്തോടു കൂടിയാണ് എൻ്റെ ഈ മൂത്ത അളിയനെയും ഈ പെങ്ങളിനെയും എൻ്റെ വീട്ടിലേക്ക് ആനയിച്ചത്. വളരെ അപൂർവമാണല്ലോ. ഇന്ന് ആരെങ്കിലും കണ്ട, ഇന്നത്തെ കാലത്ത് അത് കണ്ടാൽ അതൊരു ആഭാസമായി തോന്നും. പക്ഷെ അന്നത്തെ കാലത്ത് അത് ഗംഭീരമാണ്. വിവാഹം കഴിഞ്ഞ് വധുവരന്മാരെ മുത്തുകുടയിൽ നിർത്തിക്കൊണ്ട് ബാൻഡ് വാദ്യത്തോടു കൂടി അവരവരുടെ വീട്ടിലേക്ക് ആനയിക്കുക എന്നൊരു രംഗം ഇന്ന് പള്ളിയിലൊക്കെ നടത്തുന്ന ഒരു പ്രദർശനം പോലെയായിരുന്നു. എല്ലാ ബന്ധുക്കളും ആ പരിപാടിയിൽ പങ്കെടുത്ത് ഒരുമിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഇനി വിവാഹം കഴിഞ്ഞാൽ വധുവരന്മാരെ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിലല്ല, വീഡിയോ TV ഇവരെ മാധ്യമങ്ങളുടെ കയ്യിലാണ്. നമ്മളാക്കി ബന്ധുക്കളുടെ യാതൊരു ബന്ധവുമില്ല, അവരുടെ കയ്യിലാണ്. പിന്നെ താലി കെട്ടി കഴിഞ്ഞാൽ ബന്ധുക്കളിൽ നിന്ന് അവർ വേർപെട്ട പോലെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അതാണ് അന്നത്തെ പ്രത്യേകത. അന്നത്തെ ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന ബന്ധങ്ങൾ പെട്ടെന്ന് മാറിപ്പോകും. അതാണ് അതിൻ്റെ മാറ്റം. അന്നൊരു ആ വിവാഹത്തിൻ്റെ ഒരു ദൈവത്വം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കടമയായിരുന്നു. ഇന്ന് ആ കടമയില്ല. അച്ഛനായാലും അമ്മയായാലും അപ്പനായാലും അമ്മയായാലും താലി കെട്ടി കഴിഞ്ഞാൽ, നന്നോടിച്ച് കഴിഞ്ഞാൽ, അത് പോയി കൈ കെട്ടി കഴിഞ്ഞാൽ നമ്മളായിട്ട് ബന്ധമില്ല. പിന്നെ അവരുള്ള ബന്ധം ഫോട്ടോഗ്രാഫർമാരുടെ കൂടെയാണ്. മണിക്കൂറുകളോളം ബന്ധുക്കൾ അവർ വേദിയിലേക്ക്, അവർ 2 വാക്ക് ആശംസ പറയുന്നതിന് വേണ്ടി വേദിയിലേക്ക് ബന്ധുക്കൾ കാത്തിരുന്ന് മടുക്കും. 4 മണിയാകുമ്പോഴേക്കും ബന്ധുക്കൾ പോയി കഴിയും, അവരെത്തിയില്ലാറില്ല. അതാണ് അന്നത്തെ നമ്മുടെ ബന്ധം ഉള്ള വ്യത്യാസം. അത് മനസ്സിലാക്കുന്നത് കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്, അതേ ഒരു മാതൃക. ഞങ്ങൾ വീട്ടിലൊക്കെയും പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ജോർജുമാർ സൂചിപ്പിക്കും. അദ്ദേഹം ഞാൻ ആദർശം കാണിക്കാതെ എനിക്ക് ആദർശമുള്ള ഒരു ഭാഗമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പൊതുരംഗത്തേക്ക് ഇറങ്ങാനായി എനിക്ക് ആവേശം തന്നിട്ടുള്ള ഒരു കണക്കിന് എൻ്റെ പുസ്തകയാണ്. ആ മാതൃകയാണ് ഇന്നും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഈ അമ്മാടം, ഞാൻ അമ്മാടത്തേക്ക് വരുമ്പോൾ ഈ കണ്ട അമ്മാടൊന്നല്ല അന്ന്. അപ്പൻ്റെ കൂടെ ബസ്സൊക്കെ ഇറങ്ങി നടന്ന് അപൂർവമായിട്ട് കാലത്ത് വന്നാൽ ഉച്ചയാകുമ്പോഴേക്കാണ് അമ്മാടത്തേക്ക് എത്തുള്ളൂ. അതുപോലെ തന്നെ നടന്നു. കാലത്ത് ബസ് കയറാൻ പോയാൽ ഉച്ച കഴിയുമ്പോഴേക്കാണ് വണ്ടി വരുള്ളൂ. എന്നൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ അമ്മാടത്തേക്ക് ബസ് ഇറങ്ങി നടന്ന് ആ കോൾ മേഖലയിലേക്ക് പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയും ഇന്ന് കാണുന്ന കാഴ്ച നമ്മൾ വളരെ അന്തരമുണ്ട്. ഒരു കാർഷിക മേഖലയാണ് അമ്മാടം എന്ന് പറഞ്ഞ കാർഷിക മേഖലയാണ്, കോൾ മേഖലയാണ്. പാരമ്പര്യമായി കർഷകരാണ്. പൊതുവെ
ഇന്നും അത് ആരോഗ്യത്തോടു കൂടി നടക്കുന്നു. സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ കൈ പിടിക്കാൻ നോക്കി, മാഷ കൈ പിടിക്കേണ്ട മാഷായിരുന്നു. ഞാൻ മാഷായിട്ടാണ് അതെ. ആ മാഷ് പറയുന്നത് തിരിച്ചു വിളിക്കുകയാണ്, മാഷ കൈ പിടിക്കേണ്ട, എനിക്ക് ആരോഗ്യമുണ്ട്. ആ ആരോഗ്യത്തിൻ്റെ ലക്ഷണം അവർ കാർഷിക രംഗത്ത് അജീവാന്തരം പ്രവർത്തിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർക്ക് അന്ന് ജോലി അത് തന്നെയാണ് അവർക്ക് ആരോഗ്യ നിലനിർത്തുന്നു. അമ്മാണം ഇന്ന് കാണുന്ന പോലെ അമ്മാണാക്കാൻ കാരണം അവർ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഇന്നുള്ള യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒന്നും കാണുന്നില്ല, സന്തോഷിക്കാൻ മാത്രം പിന്നിൽ ആരും പ്രവർത്തിച്ചു ചിന്തിക്കാറില്ല. പക്ഷെ അതേപോലെ അതിനെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് എപ്പോഴും അമ്മാണത്തെ കാര്യങ്ങൾ വളരെ ആവേശത്തോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മുൻകാളിയായി ഇപ്പോൾ. വളരെ നേരം സംസാരിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ പെങ്ങൾ അവരും മറ്റത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ തലമുറ അവരൊന്നും മറക്കില്ല. വളരെ ബന്ധമാണ്. അവരെ കൂടെ ഒരുമിച്ച് പഠിച്ച ആ പ്രായമായിട്ടുള്ളവർ ഇന്ന് കാണുമ്പോൾ മറക്കില്ല. ഇതേമാതിരി തന്നെ കാർഷിക മേഖല തന്നെയാണ് ഈ മറ്റം മേഖല, തൊട്ട് കോൾ മേഖല തന്നെയാണ്. ചെറുപ്പം മുതൽ തന്നെ വീട്ടിൽ നോക്കിയ നോക്കെത്താത്ത തരത്തിലുള്ള നമ്മുടെ ഈ പള്ളിയുടെ മുഖമായി കാണുന്ന പോലെ തന്നെ വൈക്കോലിലൂടെ കാണും. വൈക്കോൽ തുറു പിന്നെ എവിടെയും കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മാടെ പള്ളിയുടെ തുറു പോയി ഓർക്കുക, ഇത്ര ഉയരത്തിലായിരിക്കും അന്ന് വീടിൻ്റെ മുറ്റത്ത് കാണുന്ന വൈക്കോൽ തുറു ഓർത്ത് നോക്കുക. ആ കാലത്ത് പോയി അങ്ങനെയുള്ള രണ്ട് കാർഷിക കുടുംബങ്ങളിൽ നിന്നാണ് ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് അപാരമായ ബന്ധം നിലനിന്നത്. പെങ്ങൾ പെട്ടെന്നുമാണ് മരണപ്പെട്ടത്. ആൾ നാട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. മക്കളുടെ വിവാഹത്തിന് വേണ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്ത് നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആണ് ഞാൻ വിവരം തരുന്നത് അറ്റാക്കായിട്ട് ആൾ മരിച്ചിരിക്കും. പെട്ടെന്നാണ് സംഭവം. ഉടനെ വരണം. ബന്ധുക്കളും അനിയത്തിമാരൊക്കെ എത്തിയതിനു ശേഷം ഞങ്ങൾ ശവം കൂടി മറവയ്ക്ക് ചെയ്തു. നാട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല, ബോംബെയിലാണ് മറവയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് കുറേ കാലമായിട്ട് അവിടെയാണ് താമസം. അപ്പോൾ അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിക്കോട്ടെ. ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ജോഷമൊക്കെ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുടുംബങ്ങൾക്കായി ഒരു ബസ് പിടിച്ച് ഞങ്ങൾ ബോംബെ പോയി. അവിടെ ചെന്നതിന് ശേഷമാണ് കൂടി അവിടെ മറത്തിയത്. അളിയനെ ഇടക്കാലത്ത് വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജോഷ് സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയാണ് ഞാൻ മരിക്കുന്നത്, ഒന്ന് ബോംബെയിലാണെങ്കിൽ ബോംബെയിൽ എൻ്റെ ബോഡി മറവ് ചെയ്യണം. അതല്ല അമ്മാടത്ത് വെച്ചിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അമ്മാടും പള്ളിയിലായിരിക്കണം എൻ്റെ ശവം മറവ് ചെയ്യണം. അതൊക്കെ അതേമാതിരി നടന്നു. അതേപോലെയാണ് നടന്നിരിക്കുന്നത്. നമ്മളാരും പറഞ്ഞതല്ല. അമ്മാടം പള്ളിയുടെ ഉദ്ഘാടനം കാണാനായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. ഞാനും എൻ്റെ കുടുംബവും അമ്മാടം പള്ളിയിൽ ആ മനോഹരം കാണാനായിട്ട് ഞങ്ങളും മറ്റു നിന്ന് ബോംബെ കൂടെ അമ്മാടത്തേക്ക് എത്തി. മാത്രമല്ല നാട്ടിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്ന ജനാവലി കാലത്ത് മുതൽ രാത്രി ഞങ്ങളൊക്കെ ഒരു പോകുന്നത് വരെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. പക്ഷെ ആ പള്ളി കാണാനുള്ള യോഗം നമ്മുടെ മോളെ ഈ അളിയനുണ്ടായി. പക്ഷെ പള്ളിയിലേക്ക് കയറാൻ സാധിച്ചില്ല എന്നുള്ള ഏരിയ പൈനും പറയും. പള്ളിയിൽ ചുറ്റും ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് നടന്ന് കണ്ട് മനോഹരമായിരിക്കുന്നു. പക്ഷെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ഒന്ന് കാണാനുള്ള ആരോഗ്യത്തിൽ നിർമ്മിച്ചില്ല. പെട്ടെന്ന് അസുഖക്കാരനായി. അതിന് തലേദിവസം പെരുന്നാളായിരുന്നു. അമ്മാടെ പെരുന്നാൾ ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിരുന്നു. ഇതേമാതിരി തന്നെ എല്ലാ ബന്ധത്തിലും വിളിച്ചിട്ട് വീട്ടിൽ മനോഹരമായിട്ടുള്ള ഒരു സദ്യ തരലും ആ പെരുന്നാളിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലും അത് കാണലും എല്ലാവരോടും പള്ളിയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞങ്ങൾ നിർദ്ദേശം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് നല്ല സന്ദർഭമാണ് ഞാൻ ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ ലൈഫ് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നത്. സംഭവിക്കാൻ സംഭവിക്കുന്നു. ഒരു കാരണവശാലും ആളെ ബോംബെ കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യങ്ങളെല്ലാം ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആളെ തിരിച്ച് ബോംബെയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർക്കുകയാണ്, ഏറ്റവും അവസാനമായി ഓർമ്മയുള്ള സമയത്ത് ഏറ്റവും അവസാനമായി അദ്ദേഹവുമായി
പിന്നെ ആരോട് സംസാരിക്കാനായിട്ട് ഓർമ്മയോടുകൂടി സംസാരിക്കാനാണ് എനിക്ക് സാധിച്ചില്ല. പിറ്റേ ദിവസം കേൾക്കുന്നത് അത് മരണപ്പെട്ടു. അപ്പോൾ ഒക്കെ അതേമായി സംഭവിച്ചു. ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. കൂടുതലായിട്ട് നമ്മുടെ അച്ഛൻ പള്ളിയിൽ പറഞ്ഞു, ബസ് മേടിച്ച് അന്ന് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് കാര്യമൊന്നും എനിക്ക് പറയാനുള്ള. എന്തായാലും അദ്ദേഹം ഒരു മാതൃക പുരുഷനായി. നമ്മുടെ നാടിനെ പ്രത്യേകിച്ച് അമ്മാടത്തിനെ ഞങ്ങളുടെ കാർഷിക കുടുംബത്തിനെ ഒരു മാതൃകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടാത്ത ഒരു ബന്ധുക്കളുമില്ല. വളരെ ഓർമ്മയാണ്. അവിടെ ഇരുന്നോട്ടിരുന്ന് പറയും. മറ്റത്തെ പെങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് ഓരോന്ന് കാണാൻ പാടാണ്. അമ്മാടത്തെ ബന്ധുക്കളെ കുറിച്ച് അദ്ദേഹം ഓരോരുത്തരും കാണാൻ പാടാണ്. ഒരിക്കൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. എൻ്റെ അത്രയും ധാരണയുള്ള ഒരു മനുഷ്യനാണ്. അറിയാം. ചിലവർക്കൊന്ന് വേറെ ഒന്ന് പോയി ഒരു കൊല്ലം കഴിഞ്ഞു. അല്ലെങ്കിൽ പോയിട്ട് 13 വർഷം പൂർത്തീകരിച്ചു. പെങ്ങൾ പോയിട്ട് രണ്ടാളും, ഒരാൾ തെക്കേ ഇന്ത്യയിലേക്ക് എടുക്കുമ്പോൾ ഒരാൾ വടക്കേ ഇന്ത്യയിലേക്ക് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും. അതാണ് നമ്മളൊന്ന് പള്ളിയിൽ കണ്ടത്. ഇവരെല്ലാവരും ഇന്ന് പിടിച്ചിലാണ്. അതിൻ്റെ ആശീർവാദമാണ് നമുക്ക് ഇന്ന് നടന്നത്. നമ്മൾ സജീവമായി പങ്കെടുത്തു. പങ്കെടുത്തിട്ട് എല്ലാവർക്കും എൻ്റെ പെങ്ങളുടെ